സതീശൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. എന്നും അതിരാവിലെ ഓട്ടോ എടുക്കുകയും വളരെ വൈകി ഓട്ടോ ഒതുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം സതീശനെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം സതീശനുണ്ടായി. പതിവ് പോലെ അർദ്ധരാത്രി സതീശൻ ഓട്ടോയുമായി തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു. വഴിയരികിൽ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നത് സതീശൻ കണ്ടു. അവിവാഹിതനായ സതീശൻ അവളിൽ ആകൃഷ്ടനായി. അവൻ വണ്ടി നിർത്തി. സതീശൻ അവളോട് ചോദിച്ചു, "എവിടെ പോകുന്നു?" പെട്ടെന്ന് അവൾ തിരിഞ്ഞു. സതീശൻ ഞെട്ടി. ഭയാനകമായ മുഖം, വെളുത്ത പല്ലുകൾക്കിടയിൽ കൂർത്തു നിൽക്കുന്ന ദ്രംഷ്ട. അതെ, അതൊരു യക്ഷിയായിരുന്നു. എല്ലാവരുടെയും യക്ഷി സങ്കല്പങ്ങൾ ഇതുപോലെയായിരിക്കും. എന്നാൽ യക്ഷികൾക്ക് ഒരു ചരിത്രമുണ്ട്. AD 8-ാം നൂറ്റാണ്ട് മുതൽക്കേ യക്ഷികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യക്ഷിയാണ് നമ്മുടെ കള്ളിയങ്കാട്ട് നീലി. നീലിയുടെ കഥകൾ പലതരത്തിലാണ്. എനിക്കറിയാവുന്ന ഒരു കഥ ഞാനിവിടെ പറയാം. നമ്മുടെ തിരുവിതാംകൂറിലെ യക്ഷി സങ്കല്പങ്ങൾ ഉള്ളത് തെക്കൻ പാട്ടുകളിലാണ്. വാദപ്പാട്ടായും വില്ലടിച്ചാൻ പാട്ടായുമാണ് നമ്മുടെ നാട്ടിൽ യക്ഷിക്കഥകൾ പ്രചരിച്ചിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് നീലിയുടെ കഥയാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അമ്മയപ്പൻ കോവിൽ. നമ്പിമാരാണ് അവിടുത്തെ പൂജാരികൾ. ദൂരദേശത്ത് നിന്ന് നമ്പിമാരെ കൊണ്ടുവന്ന് അവിടെ ഒരു നമ്പിത്തെരുവ് കെട്ടിക്കൊടുത്ത് അവരെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ നൃത്തം ചെയ്യാൻ വേണ്ടി ദേവദാസികളെയും അവിടെ താമസിപ്പിച്ചിരുന്നു. അതിൽ ഒരുവളായിരുന്നു ശിവഗാമി. ശിവഗാമിയുടെ മകളായിരുന്നു ലക്ഷ്മി. ലക്ഷ്മി അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ വേലവൻ എന്ന ഒരു നമ്പി യുവാവിന് മോഹമുദിക്കുന്നു. കോവിലിലെ മുഖ്യതന്ത്രിയുടെ മകനാണ് ഈ വേലവൻ. അവൻ ലക്ഷ്മിയുടെ പിന്നാലെ കൂടുന്നു. മകളുടെ പിന്നാലെ നടക്കുന്ന വേലവന്റെ സമ്പത്തിൽ ശിവഗാമി കണ്ണുവയ്ക്കുന്നു. വെറ്റിലയിൽ പുരട്ടിയ ഒരു മരുന്നിൽ വശീകരണ മന്ത്രം ചൊല്ലി ശിവഗാമി വേലവന് നൽകുന്നു. അതോടെ അയാൾ അവിടുത്തെ ഒരു നിത്യസന്ദർശകൻ ആകുന്നു. മകളെ കാണാൻ വരുന്ന വേലവനോട് ശിവഗാമി വിലപിടിപ്പുള്ള വസ്തുക്കൾ ആവശ്യപ്പെടുന്നു. ഓരോ വരവിലും വേലവൻ വിലപിടിപ്പുള്ള ദ്രവ്യങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങനെ ആ ദേവദാസി ഗ്രഹം സമ്പന്നമാകുന്നു. അതുകൊണ്ടൊന്നും ശിവഗാമിയുടെ ആർത്തി തീരുന്നില്ല. അവർ പിന്നെയും ധനം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അയാൾ സ്വന്തം വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ശിവഗാമിക്ക് കൊടുക്കുന്നു. വീട്ടിലെ ഭണ്ഡാരം കാലിയായപ്പോൾ അയാൾ അമ്പലത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ഒഴിഞ്ഞ കൈയോടെ മകളെ കാണാൻ വരുന്ന വേലവനെ ശിവഗാമി ആട്ടി ഓടിക്കുന്നു. വീട്ടിലെയും അമ്പലത്തിലെയും മോഷണത്തെപ്പറ്റി അപ്പൻ നമ്പി അറിഞ്ഞതും വേലവനെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുന്നു. ധനനഷ്ടം, മാനഹാനി രണ്ടുകൊണ്ടും നിരാശനായ വേലവന് ഭ്രാന്ത് പിടിക്കുന്നു. അയാൾ ഓടി ഏതോ കാട്ടിലേക്ക് മറയുന്നു. പക്ഷേ ശിവഗാമിയുടെ മകൾ ലക്ഷ്മി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവൾക്ക് വേലവനോടുള്ള പ്രണയം അസ്ഥിയിൽ പിടിച്ചതായിരുന്നു. എന്നും വന്നുകൊണ്ടിരുന്ന കാമുകൻ ഒരു ദിവസം കാണാതെയായപ്പോൾ അവൾ അമ്മയോട് കാര്യം തിരക്കി. കാൽക്കാശിന് ഗതിയില്ലാത്ത വേലവനോട് ഇനി ചങ്ങാത്തം വേണ്ട എന്ന് അമ്മ അവളോട് പറയുന്നു. ഇതു കേട്ട് വിഷമിച്ച ലക്ഷ്മി അമ്മ അറിയാതെ വേലവനെ തിരക്കി നാട് മുഴുവൻ അലയുന്നു. അവസാനം വിശന്ന് അവശനായ നിലയിൽ വേലവനെ ഒരു കാട്ടിനുള്ളിൽ അവൾ കണ്ടെത്തുന്നു. അവൾ ഓടിച്ചെന്ന് അയാളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. അമ്മയുടെ കുതന്ത്രങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്നും എല്ലാം മറന്ന് തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നും അവൾ അയാളോട് പറയുന്നു.
അവളുടെ കണ്ണീരിൽ വേലവന്റെ ദേഷ്യമെല്ലാം ശമിക്കുന്നു. നടന്ന് തളർന്നിരുന്ന ലക്ഷ്മി അയാളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു. അവൾ ഉറങ്ങിയതിനു ശേഷം അയാളുടെ മനസ്സിലെ പക വീണ്ടും ഉണരുന്നു. അമ്പലത്തിലെ തന്ത്രിയാകേണ്ട തന്നെ നാട്ടിലും വീട്ടിലും ഒരു കള്ളനും പെണ്ണുപിടിയനുമാക്കി അപമാനിച്ചത് ഈ തള്ളയും മകളുമാണ്. ആ ദേഷ്യത്തിൽ അയാൾ അവിടെ കിടന്നിരുന്ന ഒരു പാറക്കല്ലെടുത്ത് ലക്ഷ്മിയുടെ തലയിൽ ആഞ്ഞ് അടിക്കുന്നു. വേദന കൊണ്ട് പുളഞ്ഞ ലക്ഷ്മി അടുത്തു നിന്നിരുന്ന ഒരു കള്ളിമുൾ ചെടിയിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു, കള്ളിമുൾ ചെടിയെ, നീയാണ് സാക്ഷി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതു കണ്ട വേലവൻ അവളെ പിന്നെയും അടിക്കുന്നു. അവൾ മരിക്കുന്നു. അവളുടെ ആത്മാവ് അടങ്ങാത്ത പകയോടെ ഒരു യക്ഷിയായി മാറുന്നു. അതാണ് കള്ളിയങ്കാട്ട് നീലി. ഇത് എനിക്കറിയാവുന്ന നീലിയുടെ കഥയാണ്. വ്യത്യസ്തമായ നീലിയുടെ കഥകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.